LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത്. ആ പ്രചരണങ്ങൾക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു കൊല്ലത്ത് വെച്ച് മാധ്യമങ്ങളോട് കണ്ടത്. മാധ്യമങ്ങളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ചോദ്യങ്ങളിലേക്ക് കടന്നത്. ആ സമയത്തായിരുന്നു 3 ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞു. അതിൽ ഈ പാർട്ടി അനുകൂല ചാനലിലെയും പത്രത്തിലെയും ആളുകൾക്ക് മാത്രമായിരുന്നു അവസരം കിട്ടിയത്. ഇതോടുകൂടെ മറ്റു മാധ്യമപ്രവർത്തകർ പ്രതിഷേധമുണ്ടാവുകയും മുഖ്യമന്ത്രി രണ്ടാമത് ആ കസേരയിലേക്ക് വന്നിരുന്നു കൊണ്ട് ഒരു മറുപടി നൽകുകയാണ് ചെയ്തത്. എന്നോടൊപ്പം ആ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് വീക്ഷണത്തിന്റെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള CP രാജശേഖരൻ. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി 10 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ ഒരു തിരികെ വന്നിരുന്ന മറുപടി പറയേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇന്ന് എന്തായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും എനിക്ക് 41 വർഷത്തെ പത്രപ്രവർത്തന പരിചയമുണ്ട്. ഇതിനകം വെച്ചിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ തലമുറ 1986 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പത്രസമ്മേളനങ്ങളിലും പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനങ്ങളിലും ചില പ്രധാനമന്ത്രിമാരുടെ പത്രസമ്മേളനങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കൊല്ലത്തുണ്ടായ പത്രസമ്മേളനം അത് പല കാരണങ്ങളാലും പല രീതി കൊണ്ടും വളരെ വേറിട്ട് നിന്നതായിരുന്നു, വളരെ വിഷമമുണ്ടാക്കുന്നതായിരുന്നു. ജേർണലിസത്തിനും ഒപ്പം തന്നെ കേരളത്തിലെ വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ കാര്യങ്ങളിലും എനിക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അല്പം വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹമാണ് ഏറ്റവും തലമുതിർന്ന നേതാവ്. 2, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭരണത്തുടർച്ച കിട്ടിയിട്ടുള്ള മുഖ്യമന്ത്രിയും ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടും പ്രൊഫഷണലായിട്ടും അദ്ദേഹത്തിൻ്റെതായ ആ ഒരു വലിയ പക്വത, വളരെ വലിയ പക്വത കാണിക്കേണ്ട ഒരാളാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം രാഷ്ട്രീയ വേദികളിലും പത്രസമ്മേളനങ്ങളിലും ഒക്കെ തന്നെയും അദ്ദേഹം പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നുണ്ട്. അത് വളരെ നേരത്തെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് നമുക്കതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഇന്ന് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്താണോ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പത്രസമ്മേളനത്തിൽ വളരെ നേരത്തെ 10 മണിക്കാണ് പത്രസമ്മേളനം ഫിക്സ് ചെയ്തിരുന്നത്. ഞാൻ അവിടെ എത്തിയത് 9:30-ക്കാണ്. പത്രസമ്മേളനം തീരുന്നത് പൂർണ്ണമായും അവസാനിക്കുന്നവരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി കൃത്യം 10 മണിക്ക് തന്നെ 9:59 ആയപ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റിലെത്തി പത്രസമ്മേളനം തുടങ്ങി. 9:17 ആയപ്പോൾ അദ്ദേഹത്തിന്റെ മൈക്ക് ചെറിയ തോതിൽ ഒന്ന് പണിമുടക്കി. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫും മൈക്ക് ഓപ്പറേറ്ററും കൂടെ എത്തി ഒരു 2 മിനിറ്റ് കൊണ്ട് മൈക്ക് അത് നേരെയാക്കി അദ്ദേഹം പ്രസംഗം തുടർന്നു. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വളരെ സ്മൂത്തായിട്ട് അദ്ദേഹം 2 സെഷനുകളായിട്ട്, ഒന്ന് കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ, 2 കൊല്ലത്തടക്കമുള്ള പരമ്പരാഗത വ്യവസായ തകർച്ചയുടെ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പത്രസമ്മേളനം വളരെ സ്മൂത്തായിട്ട് തീർന്നു. ഞാനടക്കം മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡസൻ അല്ല, ഒരു 10-20ഓളം മാധ്യമപ്രവർത്തകർ 20 പേരും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും ചോദിക്കണം എന്ന വിചാരത്തിലിരിക്കുമ്പോഴാണ് അദ്ദേഹം പതുപോലെ 10:31 ആയപ്പോൾ അദ്ദേഹത്തിന്റെ സംഭാഷണം അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയും ഇനി പത്രപ്രവർത്തകർക്ക് ചോദിക്കാൻ വേണ്ടി അദ്ദേഹം വിടുകയും ചെയ്തു. ആ സമയത്ത് ഇവിടെ പറഞ്ഞതുപോലെ 3 ചോദ്യങ്ങളാണ് പത്രപ്രവർത്തകർ ചോദിച്ചത്. അതിൽ 2 ചോദ്യം ചോദിച്ചത് കൈരളി ചാനലിന്റെ റിപ്പോർട്ടറും 1 ചോദ്യം ചോദിച്ചത് ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫുമാണ്. മറ്റു പത്രപ്രവർത്തകർ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ ആരംഭിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പെട്ടെന്ന് ഇനി നമുക്ക് നാളെ ആകാം, എനിക്ക് ഇനി മറ്റു കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയും, കോവിഡ് കാലത്തുള്ളതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹം പത്രസമ്മേളനം ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും മറ്റ് ചോദ്യങ്ങളെ അദ്ദേഹം അഭിമുഖീകരിക്കാറില്ല, അദ്ദേഹം മറുപടി പറയാറില്ല. എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കാതെ മടങ്ങിപ്പോകുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. ഇന്നിപ്പോൾ കൊല്ലത്തെ ഒരു ഹോട്ടൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു പത്രസമ്മേളനം. അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്ന് അദ്ദേഹം പത്രസമ്മേളനം കഴിയുന്നു. അദ്ദേഹം എഴുന്നേറ്റ് മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകന്റെ പേരെനിക്ക് ഓർമ്മയില്ല, 1, 2, 3 മാധ്യമങ്ങളിരുന്നത് അതിന്റെ പ്രതിനിധികൾ വളരെയധികം ക്ഷുഭിതരായി. ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രമല്ല മറ്റ് പത്രങ്ങൾക്കും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനല്ല എങ്കിൽ പിന്നെ കൈരളിക്കും ദേശാഭിമാനിക്കും വേണ്ടി മാത്രമായി ഒരു പത്രസമ്മേളനമോ അഭിമുഖമോ വെച്ചാൽ പോരെ എന്ന ചോദ്യവുമായി എഴുന്നേറ്റു. സത്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവരും അല്പം ക്ഷുഭിതരായിട്ട് തന്നെയാണ് അവർ മുമ്പോട്ട് വന്നത്. അപ്പോൾ അതിന് മറുപടി പറയാതെ അദ്ദേഹം വേദി വിട്ട് അദ്ദേഹത്തിന്റെ ഡയസിൽ നിന്ന്
നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നതിനോട് സ്റ്റെപ്പുണ്ട്, 3 സ്റ്റെപ്പുണ്ട്. അതിൽ ഒരു സ്റ്റെപ്പിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, ഒരു സ്റ്റെപ്പിൽ കാലെടുത്ത് വെച്ച് അദ്ദേഹം മുമ്പോട്ട് പോകും എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് ആ കാൽ പിന്നോക്കം വെച്ചിട്ട് അദ്ദേഹം തിരികെ വരികയാണ് ചെയ്തത്. അദ്ദേഹം തിരികെ വന്ന് വേദിയിൽ ഇരുന്നതിന് ശേഷം അപ്പോൾ ഞാൻ അടക്കമുള്ളവർ വിചാരിച്ചത് എന്നാൽ പത്രക്കാരുടെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ട് പോകാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആയിരിക്കാം അദ്ദേഹം തിരിച്ചു വരുന്നത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നിട്ട് വളരെ കൂടുതൽ ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കാൻ പോരാ, ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിക്കണം, അത് ചോദിക്കണമായിരുന്നു. എന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർ ഏത് പത്രത്തിൽ നിന്നാണോ, ഏത് ചാനലിൽ നിന്നാണോ, ഏത് മാധ്യമപ്രവർത്തകനാണോ എന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചാൽ പോരാ, ചോദിക്കണം എന്ന് അദ്ദേഹം പറയുകയും അപ്പോൾ ഞാനടക്കമുള്ള പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാർ എനിക്ക് ചോദ്യമുണ്ട്, എനിക്ക് അങ്ങയുടെ വ്യക്തിപരമായ ഒരു ചോദ്യമുണ്ട്. എൻ്റെ മനസ്സിൽ കരുതിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല, കാരണം അത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒരു നിസ്സാരനായ നേതാവല്ല. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. ഏറ്റവും കൂടുതൽ തുടർച്ചയായി മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കുറച്ചും കൂടെ സഹിഷ്ണുത കാണിക്കണം, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരോട്, അല്ലെങ്കിൽ പൊതു സമ്മേളനങ്ങളിൽ ഒക്കെ. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഇ.കെ. നായനാരുടെ ഒരു പത്രസമ്മേളനത്തിൽ പത്തനംതിട്ടയിൽ വെച്ച് ഞങ്ങൾ അന്നൊക്കെ എൻ്റെ ചെറുപ്പകാലമാണ്, അന്ന് ഞങ്ങൾ വളരെ കലഹിച്ചപ്പോൾ അദ്ദേഹം വളരെ സരസമായി പറഞ്ഞു, നിങ്ങളൊന്നും അങ്ങനെ പറയണ്ട, കൂടി വന്നാൽ ഞാനും ഒരു പത്രപ്രവർത്തകനാണ്, ഞാൻ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിച്ചത്. അപ്പം മുഖ്യമന്ത്രി എന്ന പദവിയേക്കാളും രാഷ്ട്രീയ നേതാവ് എന്ന പദവിയേക്കാളും അവിടെ ശ്രീ ഇ.കെ. നായനാർ അദ്ദേഹം വലിയ, അല്ലെങ്കിൽ എൻ്റെ അഭിമാന പോസ്റ്റ് എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ തസ്തികയാണ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു, അതും CPIM-ൽ. അപ്പം അങ്ങനൊരു അവസരത്തിൽ ഞാനൊക്കെ വളരെ ചെറുപ്പമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പോലും, ചെറുപ്പക്കാരനായ എനിക്ക് പോലും അദ്ദേഹം അങ്ങനെ ഒരു മറുപടി തരാമെങ്കിൽ ഇന്ന് വളരെ മുതിർന്ന ശ്രീ പിണറായി വിജയനിൽ നിന്ന് താരതമ്യേന ചെറുപ്പക്കാരാണ്. ഇന്നത്തെ പത്രപ്രവർത്തകർ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട പത്രപ്രവർത്തകരല്ല. ഇന്നത്തെ പത്രപ്രവർത്തകർ അവർ കുറെ കൂടെ വേഗതയുള്ളവരാണ്, കുറെ കൂടെ വളരെ ഫാസ്റ്റാണ്. പിന്നെ എന്താണ് പറയേണ്ടത്, സോഷ്യൽ മീഡിയ അടക്കം, സാങ്കേതിക വിദ്യകളടക്കം ഒക്കെ അവർ വളരെ മുന്നിട്ട് നിൽക്കുന്നവരാണ്. അവർക്ക് വളരെ പെട്ടെന്ന് യുക്തിയുള്ളവരാണ്, ബോധമുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് മുമ്പിൽ ഇരിക്കുന്നത് എന്നൊരു ബോധ്യം തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കാണിക്കണമായിരുന്നു. അദ്ദേഹം ഇന്നലെയും മാധ്യമപ്രവർത്തകരോട് ഇന്ന് നടന്നത് ഒരു കൃത്യമായി സ്റ്റേജ് മാനേജ്മെന്റിലൂടെ നടത്തിയ ഒരു പ്രസ് മീറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? കാര്യം പല പ്രസ് മീറ്റുകളും റിപ്പോർട്ട് ചെയ്ത ഒരാളാണല്ലോ മുഖ്യമന്ത്രി. അല്ല, അത് പറഞ്ഞല്ലോ, അതിൽ ഒരു ന്യായമായും സംശയിക്കേണ്ട അവിടെ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ഒരു ചോദ്യത്തിൽ പ്രസക്തിയുണ്ട്. കാരണം ഇത് ദേശാഭിമാനിക്കും കൈരളിക്കും വേണ്ടി മാത്രമായിരുന്നോ? അങ്ങനെ കാരണം അവർക്ക് മാത്രമേ, ഇപ്പം എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തോടൊപ്പം 2 പേരുണ്ടായിരുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ശ്രീ ജയമോഹനും ഇവിടെ കൊല്ലം സ്ഥാനാർത്ഥി, പിന്നെ നമ്മുടെ ശ്രീ എസ് വരദരാജനും. ഇവർ രണ്ടും CPM-ന്റെ വളരെ മുതിർന്ന നേതാക്കന്മാരാണ്. അവർക്ക് കൊല്ലത്തെ എല്ലാ മാധ്യമപ്രവർത്തകരെ അറിയാം. അപ്പം ആ 2 മാധ്യമപ്രവർത്തകർക്ക് മാത്രം, ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രം അഭിമുഖത്തിൽ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കുകയും മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്തൊരു സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർക്കൊരു വേദന ഉണ്ടാവും. അത് മറുപടി പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും മടങ്ങിയങ്ങ് പോകാമായിരുന്നു. തിരിച്ചു വന്നത് ഒന്നും കൂടെ പ്രകോപിപ്പിച്ചിട്ടാണ് പോയത്. അത് തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർക്ക്, ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിയായില്ല എന്ന് ഞാൻ വിനയപൂർവ്വം പറയുകയാണ്. പക്ഷേ അപ്പം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 41 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള, 63 വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന, ഇപ്പോഴും സജീവമായി മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മാധ്യമപ്രവർത്തകരും തീർച്ചയായിട്ടും തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കളോടെ, ചെറിയ രാഷ്ട്രീയ നേതാക്കളോടോ പ്രായം കുറഞ്ഞാൽ തനിക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കുറെ കൂടെ ലിബറലായിട്ട് ഇടപെടാം. പക്ഷേ ശ്രീ പിണറായി വിജയനെ പോലെ, അല്ലെങ്കിൽ അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടി പോലെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈവൻ നമ്മുടെ രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കന്മാരെന്നല്ല, അവർ ഇതിലൊന്നും ഇങ്ങനെ പ്രതികരിക്കുന്നത്. അവരൊക്കെ വളരെ സൗമ്യമായിട്ട് എല്ലാവരോടും വളരെ വളരെ സ്നേഹത്തോടും വളരെ എളിമയോടും സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ശോഭിക്കുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടുതൽ ക്കത്തക്ക വിധത്തിൽ കൈ ചൂണ്ടി സംസാരിക്കുക, അല്ലെ അദ്ദേഹത്തെ വെല്ലുവിളിക്കുക, അല്ലെ ചോദ്യം, അതും അത്ര ശരിയായ കാര്യമാണ് എന്ന് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാധ്യമപ്രവർത്തന പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. നമുക്കും ഒരു മിതത്വം വേണം. ഒപ്പം ആദ്യം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം നിസ്സാരനായ ഒരാളല്ല. കേരളത്തിൽ ഏറ്റവും തലമുതിർന്ന നമ്മുടെയൊക്കെ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന പല മാധ്യമപ്രവർത്തകരുടെയും മുത്തച്ഛനാവാൻ പ്രായമുള്ള ആളാണ്. കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിച്ച മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മാധ്യമപ്രവർത്തകരുടെ ഞാൻ തുറന്നു പറയുന്നു, ഒരു പുത്രവാത്സല്യത്തോടെ, അല്ലെങ്കിൽ എന്നെക്കാളൊക്കെ എത്രയോ കുഞ്ഞു കുട്ടികളാണ് എന്നുള്ള ഒരു ബുദ്ധിയോടെ അദ്ദേഹം സംസാരിക്കണമായിരുന്നു. അതുണ്ടാവാത്തത് വളരെ നിരാശാജനകമാണ്, വേദനാജനകമാണ്. അതിൽ എൻ്റെയും സങ്കടം, എൻ്റെ പ്രതിഷേധമല്ല, എൻ്റെ ദുഃഖം, എൻ്റെ വിഷമം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്.
അപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നടന്ന മുഴുവൻ സംഭവങ്ങളുടെയും ഒരു രത്നചുരുക്കമാണ് CP രാജശേഖരൻ ഇപ്പോൾ പങ്കുവച്ചത്. ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.